രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എലോൺ മസ്ക് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായതാണ്. ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായതോടുകൂടി ആകെ മുഷിഞ്ഞ മസ്ക് പുതിയൊരു പാർട്ടി എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടുകൂടി കടുത്ത വിമർശനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. അമേരിക്കയിൽ ഒരു മൂന്നാം കക്ഷി ആരംഭിക്കുന്നത് വിഡ്ഢിത്തമാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന നടപടിയാണ് മസ്കിന്റേതെന്നും തൽക്കാലം അത് കണ്ട് രസിക്കാമെന്നും ന്യൂജേഴ്സിയിൽ മാധ്യമപ്രവർത്തകരോടായി അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, അമേരിക്കയിൽ മൂന്നാം കക്ഷികൾ ജയിക്കില്ല എന്നും മൂന്നാം കക്ഷികൾ പൂർണ്ണമായ തടസ്സത്തിലേക്കും കുഴപ്പങ്ങളിലേക്കും മാത്രമേ നയിക്കൂ എന്നും ആത്മവിശ്വാസവും മനസ്സും നഷ്ടപ്പെട്ട റാഡിക്കൽ ലെഫ്റ്റ് ഡെമോക്രാറ്റുകളുടെ കാര്യം കൂടി പരിഗണിക്കുമ്പോൾ വാഷിംഗ്ടണിന് അതൊക്കെ മതിയെന്ന് US പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ശതകോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് സിഇഒയുമായ എലോൺ മസ്കിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം പ്രഖ്യാപനം നടന്നത്. ഡൊണാൾഡ് ട്രംപുമായുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായി കൂടിയാണ് മസ്ക് അമേരിക്ക പാർട്ടി എന്ന പേര് നൽകി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. തന്റെ പുതിയ പാർട്ടിയുമായി 2026 മിഡ് ടേം തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മസ്കിന്റെ നീക്കം. സെനറ്റിലെ 2-3 സീറ്റുകളിലും ഹൗസ് ഫോർ റെപ്രസെന്റേറ്റീവിലെ 8-10 ഡിസ്ട്രിക്റ്റുകളിലും വിജയിച്ചുകൊണ്ട് നിർണായക വോട്ട് നേടുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരമൊരു തന്ത്രം കോൺഗ്രസിലെ നേരത്തെ ഭൂരിപക്ഷ സാഹചര്യങ്ങളിൽ നിയമനിർമ്മാണങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രചാരണത്തിന് $250 മില്യൺ ചിലവഴിച്ച മസ്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പ്രധാന പ്രചാരകനുമായിരുന്നു. ട്രംപിന്റെ രണ്ടാം സർക്കാരിന്റെ തുടക്കത്തിൽ മസ്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന സ്ഥാപനത്തിന്റെ തലവനായി നിയമിതനായിട്ടുണ്ട്. ഫെഡറൽ ചെലവുകൾ കുറയ്ക്കുക എന്നതായിരുന്നു ഡോഡ്ജിന്റെ പ്രധാന ലക്ഷ്യവും. എന്നാൽ ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നറിയപ്പെടുന്ന വൻകിട ടാക്സ് ആൻഡ് സ്പെൻഡിംഗ് നിയമനിർമ്മാണത്തെ മസ്ക് ശക്തമായി എതിർത്തോടുകൂടി ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു. ഈ ബില്ല് വരും 10 വർഷത്തിനുള്ളിൽ US കടം $3.4 ട്രില്യൺ വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ബില്ല് അമേരിക്കയെ പാപ്പരാക്കുമെന്ന് വിമർശിച്ച മസ്ക് ബില്ല് പാസ്സാകുകയാണെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ജൂലൈ 4 ട്രംപ് ഈ ബില്ല് നിയമമായി ഒപ്പുവെച്ചതിന് പിന്നാലെ മസ്ക് തന്റെ ഭീഷണി നടപ്പിലാക്കി അമേരിക്ക പാർട്ടി രൂപീകരിക്കുന്നതായി എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. 80% മധ്യവർത്തികളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് തന്റെ ലക്ഷ്യമെന്നും മസ്ക് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പാർട്ടിയുടെ പ്രത്യേക നയങ്ങളോ പ്രധാന ആശയങ്ങളോ അദ്ദേഹം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം മസ്കിന്റെ പുതിയ രാഷ്ട്രീയ സംരംഭത്തെ വിമർശിച്ചുകൊണ്ട് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അടക്കമുള്ളവരാണ് രംഗത്ത് വരുന്നത്. മസ്ക് തന്റെ കമ്പനികളുടെ നടത്തിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. ടെസ്ലയുടെ ഓഹരി വിപണിയിൽ ഇടിവുണ്ടായതിനെ ചൂണ്ടിക്കാട്ടി മസ്കിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഷെയർ ഹോൾഡർമാരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും ബെസന്റ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ മാർക്ക് ക്യൂബനും ആന്റണി സ്നാരമൂച്ചിയും അടക്കമുള്ള ചില നേതാക്കൾ മസ്കിന്റെ പുതിയ പാർട്ടിയോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.